ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഗോതമ്പ് ലഡു ആണ് ചെയ്യുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു അരക്കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്മാവിനൊക്കെ വാങ്ങിക്കുന്ന ചെറിയ നുറുക്ക് ഗോതമ്പില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം, ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഗോതമ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് തുണിയിലൊന്ന് ജസ്റ്റ് അങ്ങ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി കിട്ടിക്കോളും. എന്നിട്ട് വറുത്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കഴുകിയിട്ട് നല്ലോണം അരിപ്പയിൽ വെച്ച് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ കൂടുതൽ വറുത്താൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ അങ്ങ് ഡ്രൈ ആയിക്കോളും. ഇത് പിന്നെ കുറേ സമയം വറുത്ത് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1-2 മിനിറ്റ് ഒന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി, അതും ചെറിയ തീയിൽ കേട്ടോ. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറുന്ന സമയത്ത് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞോട്ടെ, ചെറിയ തരികളുണ്ടാവും, എന്നാലും നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നുറുക്ക് ഗോതമ്പ് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കുക. കറക്കുക എന്ന് പറയുമ്പോൾ ഒന്നിച്ചല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കാരണം ഇത് കുറച്ച് സമയമെങ്കിലും ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ച പോലെ ആയിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ തേങ്ങ കൂടുതലല്ല, തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി ഇൻ കേസ് നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഇത്തിരി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാറിലേക്ക് തന്നെ 2-3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് ആയിക്കോളും. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതൊരു പാൻ ചൂടാക്കി അതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. കാഷ്യൂ അത്യാവശ്യം ഒന്ന് വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറവാവുന്ന സമയത്ത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചൂടുള്ള നെയ്യിലേക്ക് തന്നെ നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും തേങ്ങേൻ്റെയും കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 8 മിനിറ്റോളം എന്തായാലും വറുത്തെടുക്കേണ്ടി വരും. 8-10 മിനിറ്റ് കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറും. പക്ഷേ ഗോതമ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടണം. കാരണം ഏകദേശം ഒരു വേവ് ഇതിൽ നിന്ന് തന്നെ ആയി കിട്ടണം, അല്ലെങ്കിൽ വേവാത്തൊരു ടേസ്റ്റ് ആയി പോകും. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ആ ഒരു ഗോതമ്പ് പൊടിയും തേങ്ങയും കൂടെ മിക്സിയിൽ കറക്കിയെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ല ചെറിയ കട്ടകൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ കട്ടകളൊക്കെ ആണെങ്കിൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് പൊടിച്ചിടുമ്പോൾ റെഡി ആയിക്കോളും. ഇത് വറുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുക്കാത്ത റവ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട. നമ്മളിതെല്ലാം അത്യാവശ്യം ഒന്ന് വറവായി ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ആ ഒരു ഗോതമ്പിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നെയ്യിൽ കറക്റ്റ് വറവാവുന്ന നല്ലൊരു മണം, ഒരു വെന്തിട്ടുള്ള മണം വരില്ല, അതുവരെ വറുത്തെടുക്കണേ. ഒരുപാട് കളർ മാറണ്ട. ഒരു 4-5 മിനിറ്റൊക്കെ വറുത്ത് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ടാണ് ബാക്കി ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കറക്റ്റ് നല്ല പാകത്തിന് വറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം ചൂടുണ്ടാവും. ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിലുള്ള ചൂട് തട്ടിയിട്ട് കൂടുതൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് വന്നതിന് ശേഷം ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ, കാരണം പാല് മാത്രമായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടെങ്കിൽ ചേർക്കേണ്ട കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ലഡുവിന് നല്ലൊരു കളർ വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞ കളറാക്കാം, അല്ലെങ്കിൽ ഒരു തുള്ളി മഞ്ഞപ്പൊടി ആയാലും മതിയിട്ട്. ഞാൻ നല്ലൊരു കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞ കളറാക്കിയിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, ഗോതമ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ആ പാലൊക്കെ ഈ ഒരു പൊടിയിലേക്ക് നല്ലോണം മിക്സ് ആയിക്കോളും. കറക്റ്റ് അളവായിരിക്കും കേട്ടോ, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി.
ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ചേർക്കുക. അതിനായിട്ടൊരു അരക്കപ്പ് പഞ്ചസാരയും ഒരു 4-5 ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ ഒരു പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. കറക്റ്റ് മധുരമായിരിക്കും. പിന്നെ ഇടയ്ക്ക് പഞ്ചസാര കടിക്കണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പൊടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ, കാരണം എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കില്ല, ആ സമയത്ത് ഓരോന്നിട്ട് വെച്ച് ഉരുട്ടിയെടുത്താലും മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മെലൺ സീഡ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല രസമാണല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം ഇനി ഉരുട്ടിയെടുത്താൽ മാത്രം മതി. വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ചൂടുണ്ടാവും. ഈ സമയത്ത് തന്നെ ഉരുട്ടിയെടുക്കുക. ഈ സമയത്ത് കയ്യിലൊരു ഇത്തിരി നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ളത് എടുത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ മെല്ലെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും. ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഓരോ തവണ ഉരുട്ടിയെടുക്കുമ്പോഴും കയ്യിലൊരു ഇത്തിരി നെയ്യ് തടവിയിട്ട് ആക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല പെട്ടെന്ന് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് മുറിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ദിവസമൊന്നും വെക്കാൻ പറ്റില്ല നമ്മൾ സാധാ ലഡ്ഡു പോലെയൊന്നും, കാരണം പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. അപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്